എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. വീഡിയോയൊക്കെ കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പതിവ് പോലെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന തൈര് കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും ഒരു ഇതെന്നാ എളുപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാചകം ഒന്നുമില്ല അതിന്. അപ്പം തൈര് എടുക്കുക, കുറച്ച് തേങ്ങ അരച്ചെടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അത് ചേർത്തുള്ള സദ്യക്കൊക്കെ, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ സദ്യക്ക് കാണുന്ന ഒരു ഐറ്റമാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് കിച്ചണിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാകും. അത് കഴിച്ചു കഴിഞ്ഞാൽ സദ്യയുടെയൊക്കെ കൂടെയും സാധാരണ ഊണിനുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിനുമൊക്കെ വളരെ നല്ലതാണ്. തൈരും ഇഞ്ചിയൊക്കെ ചേർന്നത് കൊണ്ട് ദഹനത്തിനുമൊക്കെ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് കിച്ചണിൽ പോയി കേവലം 10 മിനിറ്റ് കൊണ്ട് അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് കിച്ചണിൽ ചെന്നതിൻ്റെ പരിപാടികൾ തുടങ്ങിക്കളയാം. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് കിച്ചണിൽ ചെന്ന് പരിപാടി തുടങ്ങിക്കളയാം. ഇന്ന് നമ്മൾ തൈര് കൊണ്ടൊരു ചെറിയ ഐറ്റാണ് കാണിക്കണം. അതായത് തൈര് ഉടച്ച്, കട്ട തൈര് ഉടച്ച് മോരാക്കി എടുക്കുക. അതിനുശേഷം ഒരു 1/4 മുറി തേങ്ങ കേട്ടോ. തൈരിന് ആവശ്യമുള്ള തേങ്ങ ചേർത്താൽ മതി. ഇത് നമ്മൾ 1/4 മുറി തേങ്ങ, ഒരു 6-7 കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എരിവ് അധികം പാടില്ലാത്തതുകൊണ്ടാണ് മുളക് കുറവ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് നുറുക്കിയതാട്ടോ. അരയ്ക്കാൻ എളുപ്പത്തിന് നുറുക്കിയേ ഉള്ളൂ. എന്നിട്ട് ദേ ഈ തേങ്ങയും ഇഞ്ചിയും കാന്താരി മുളകും കൂടെ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ദേ ഇവിടെ ഇരിക്കണ ഈ തൈരില്ലേ, തൈര് ഉടച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. തൈര് കട്ട തൈരായിരുന്നു. ഞാൻ എന്തേലും സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചത്. അതെ, ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ മതി, കട്ടപ്പൊക്കെ മാറി. അങ്ങനെ ഉടച്ചതിലേക്ക് ഈ അരപ്പ് ചേർക്കണം. എന്നിട്ട് കടുക് വറക്കണം. ഇതിന് പറയണ പേര് ഇഞ്ചിത്തൈരെന്നാട്ടോ. ഇത് വയറിന് വളരെ നല്ലതാണ്. കാരണം തൈര് അറിയാലോ, വയറുണ്ടേ നമുക്ക് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം അറിയാലോ. പിന്നെ ഇഞ്ചിയല്ലേ എക്സ്ട്രാ ചേർക്കണം. ഇഞ്ചിയും വയറിന് ദഹനത്തിനും എല്ലാം വളരെ നല്ലതാണ്. അപ്പം ആദ്യം നമുക്ക് തേങ്ങയും കാന്താരിമുളകും ഇഞ്ചിയും കൂടെ അരച്ചെടുക്കാം. അത് മിക്സിയുടെ ചെറിയ ബൗളിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇനി ദേ അരച്ചത് ബൗളിൽ ഇനി നമുക്ക് തൈരിലേക്ക് ചേർക്കാം. ഇത് ചുമ്മാ പച്ചനെ ചേർത്താൽ മതി കേട്ടോ, ചൂടാക്കൊന്നും വേണ്ട. ഇത് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കാം. നമുക്ക് ഇളക്കി ചെന്നാന്ന് ഉപ്പ് ചേർക്കാനുണ്ടതാ. ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഒന്നുമില്ല, പച്ചനെ തന്നെ. അതുകൊണ്ട് എന്നാന്നറിയാമോ, നമ്മൾ കാലത്തെ ഉണ്ടാക്കിയ കാലത്ത് ഉച്ചയ്ക്കും കഴിയുമ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാൻ എടുക്കരുത്. അത് കേടാവും, പച്ചയരപ്പായതുകൊണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും ടേസ്റ്റ് മാറും കേട്ടോ. ഉച്ച സമയത്തേക്കാണ് നമ്മൾ ഉച്ച ഊണിനെ ഉണ്ടാക്കണമെങ്കിൽ ഉച്ചയും വൈകിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അത് ബാക്കി വെച്ചേക്കരുത്, ബാക്കി വെച്ചാൽ കേടായി പോകും. ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ലെങ്കിലും അതിൻ്റെ ടേസ്റ്റ് മാറും. പച്ചത്തേങ്ങയല്ലേ അരപ്പ് ചേർക്കണം, അതുകൊണ്ട് ചൂടാക്കണില്ലല്ലോ എന്നേ. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം അത് മതിയാവും. ഇല്ലെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഇളക്കട്ടെ, ഉപ്പിട്ടേച്ചും കൂടെ ഇളക്കാം. ഇപ്പം ഒന്ന് നോക്കട്ടെ കേട്ടോ, മതിയോന്ന് നോക്കട്ടെ. പാക ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇഞ്ചിയുടെ. മൂടി വെക്കട്ടെ. മൂടി വെച്ചോ. പൊട്ടിക്കാനായിട്ട് തവയിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. കടുകിടുക. ഒരു 2-3 തരി ഉലുവ ഇടണേ. അതും കൂടെ ഇടാം. 2-3 തരി മതി. ഉലുവ പൊടിയൊന്നും ഇതിൽ ചേർക്കണതല്ല കേട്ടോ. അതുകൊണ്ട് പൊട്ടിക്കാനായിട്ട് നമുക്ക് ഉലുവ ഇടാം. ഇനി നമുക്ക് പതിവ് വേപ്പില. അതെ, കടുക് ഒന്ന് പൊട്ടട്ടെ കേട്ടോ. പൊട്ടി തുടങ്ങി. വേപ്പില ഇട്ടാലോ? ഇടാം. കുറച്ചുണ്ടാക്കണമെങ്കിൽ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. കടുകൊക്കെ അത് മതിയിലോന്ന് വരും. പിന്നെ ഞാനൊരു 2 വറ്റൽമുളക് കീറി വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുക്കണ്ടേ. വറ്റൽമുളക് ഇട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് ഇളക്കിയാൽ മതി, പെട്ടെന്ന് വങ്ങണ വെള്ളം. ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് ചേർക്കും. അതെ, ചേർത്തിട്ട് കരിഞ്ഞു പോകും.
അടിപൊളി. അത്രയേ ഉള്ളൂ പരിപാടി. ഇല്ല അങ്ങനെ നമ്മുടെ രുചികരമായ ഇഞ്ചി തൈര് റെഡി ആയിരിക്കണം. ഇനി നമുക്ക് ഊണ് കഴിച്ചാൽ മതി. അപ്പൊ നമുക്ക് മേശയിലേക്ക് അങ്ങ് വെച്ച് കളയാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് പാചകം വേവിക്കലോ പാചകമോ ഒന്നുമില്ല. ആകെ അടുപ്പത്ത് വെക്കണ കടുക് ഉറക്കാൻ മാത്രം, കടുക് ഉലുവേങ്കട പൊട്ടിക്കാൻ മാത്രം. അത് മാത്രം വെയിലത്തൊന്നും പോട്ടെ, അടുപ്പിൽ വെച്ചുള്ള പരിപാടിയുള്ളൂ. പിന്നെ സ്വല്പം തേങ്ങ അരച്ചെടുക്കണമെന്ന് മാത്രം. അത് പച്ച തൈര് ഉടച്ച കട്ട മോരിലേക്ക് ചേർക്കുവാണ്. അതിനാണ് ഇഞ്ചി തൈര് എന്ന് പറയണത്. ഇത് വളരെ നല്ലതാണ് കേട്ടോ വയറിന്. എല്ലാവരും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് സാധാരണ ഇല്ലേ വെജിറ്റേറിയൻ സദ്യക്ക് കൊടുക്കണ ഒരു ഐറ്റം കറിയാ കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ട്രൈ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും വരേക്കും. Bye bye. Take care. See you.